എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പിങ്ക് സിറ്റി ആയ ജയ്പൂരിലാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ജയ്പൂരിലെത്തിയാണ്. അപ്പോൾ നമ്മൾ ഔട്ടറിൽ ആ റൂമൊക്കെ എടുത്ത് കിടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ജയ്പൂർ സിറ്റിയിലേക്ക് പോകാം. അതെ, അപ്പം ആ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ലെഫ്റ്റ്, അജ്മീർ ഗേറ്റ് നേരെ, രാംബാഗ് സർക്കിൾ നേരെ, ജയ്പൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി റൈറ്റ്, നഗർ നിഗം ജയ്പൂർ. ഇതിവിടുത്തെ സ്റ്റേഡിയമാണ്, SMS സ്റ്റേഡിയം. രാജസ്ഥാൻ ഹൈക്കോർട്ട്. ഇതാണ് സ്റ്റാച്യു സർക്കിൾ. ജയ്പൂർ സിറ്റിക്ക് മൊത്തം ഇതുപോലെ ഗേറ്റ് ഉണ്ട്. ഇതാണ് അജ്മീരി ഗേറ്റ്. ഇവിടെയൊക്കെ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളാണ്. ഇത് ഇവിടുന്ന് കയറി നേരെ ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞാൽ ഹവാമഹലാണ്. ഇതാണ് ഹവാമഹൽ. നമുക്ക് വണ്ടി എപ്പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരാം. നമുക്ക് ആദ്യം സിറ്റി പാലസ് കണ്ടിട്ട് വരാം. അവിടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമുക്ക് പിന്നെ നടന്ന് ഹവാമഹലും ഓൾഡ് സിറ്റിയൊക്കെ കാണാം. അപ്പോൾ നമുക്കിവിടെ പാർക്കിങ്ങിലോട്ട് വരാം. ഓ, എന്ത് ഭംഗിയല്ലേ! മഹാരാജ സവായ് മാൻസിംഗ് 2 മ്യൂസിയം, ദ സിറ്റി പാലസ്, ജയ്പൂർ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. 100 രൂപ 3 മണിക്കൂറത്തേക്ക് കാറിന്. പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ 30 രൂപ വെച്ച് 1 മണിക്കൂറിന്. പാർക്കിങ്ങിൽ ഭയങ്കര തിരക്കാണ്. അതെ, ഫുള്ള് തിരക്ക്. ഇന്ന് ഫുള്ള് ടൂറിസ്റ്റുകളുടെ ഇതാണ്. നമുക്ക് ഫസ്റ്റ് സിറ്റി പാലസ് കാണാൻ പോവാം. എന്നിട്ട് ഹവാമഹൽ പോവാം. ഇതെല്ലാം ഒരൊറ്റ ഏരിയയിലായിരിക്കും. ഒരു നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാം. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇവിടെ ഈ ഏരിയ ഫുള്ള് പാർക്കിങ്ങാ. പിന്നെ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാരുണ്ട്, ഗൈഡുമാരെല്ലാം വരും. ഗൈഡ് ഉണ്ട്, അതുപോലെ റിക്ഷ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ മൊത്തം പാർക്കിംഗ് ഏരിയ ഫുള്ള്. ഇതാണ് ജയ്പൂരിലെ സിറ്റി പാലസ്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റാണ്. ഒരു ദിവസത്തേക്ക് മ്യൂസിയം, കോട്ടയാടും ഗാലറി കാണാൻ ഒരാൾക്ക് 160 രൂപ. അഡൽട്ടിന് 310 രൂപയും പിള്ളേർക്കാണ് 160 രൂപ. ടിക്കറ്റ് പിന്നെ നമുക്ക് ഓൺലൈനിലും എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഗൈഡിൻ്റെ റേറ്റും ഉണ്ട്. 1 മുതൽ 4 വരെ 4 പേരുടെ ഒരു ഗ്രൂപ്പിന് 400 രൂപയാണ് ഗൈഡിൻ്റെ റേറ്റ്. 5 to 10 500 രൂപയും 11 പേരോട്ട് 15 പേരുള്ള ഗ്രൂപ്പിന് 600 രൂപയും. അപ്പോൾ സിറ്റി പാലസ് മ്യൂസിയം പകലത്തെ ടൈമിങ് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ. പിന്നെ മ്യൂസിയം രാത്രിയിലുണ്ട് 6 തൊട്ട് 7 വരെ. അപ്പോൾ ഈ നിൽക്കുന്നത് ടിക്കറ്റിനുള്ള ക്യൂ ആണ്. നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന്. കുറേ നേരം നിൽക്കേണ്ട വരുമല്ലോ. ഇപ്പോൾ ജയ്പൂർ പീക്ക് സീസണാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞാൻ സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് 310 രൂപ. പൊന്നു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവർക്ക് 160 രൂപ. അങ്ങനെ 470 രൂപയായി. അപ്പം നമുക്കെന്നാൽ പിന്നെ പാലസിലേക്ക് കയറാം. അതെ, പോട്ടെ. അപ്പോൾ ഈ 310 രൂപയ്ക്ക് ഈ സിറ്റി പാലസിൻ്റെ മ്യൂസിയവും പിന്നെ വേറെ അധികം ഒന്നുമില്ല, ഗാലറിയും മ്യൂസിയം അത്രേ ഉള്ളൂ ഈ 310 രൂപയ്ക്ക്. പിന്നെ ഈ ചന്ദ്രമഹൽ കാണണമെങ്കിൽ 4000 രൂപയാണ് അഡൾട്ടിന് വരുന്ന റേറ്റ്. പിള്ളേർക്ക് വരുന്നത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 2000 രൂപ. പിള്ളേർക്കും സീനിയർ സിറ്റിസൺസിനൊക്കെ വരുന്ന 2000 രൂപ. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ പാട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊന്ന് വൈകുന്നേരം മറ്റേ പാവ ഇതുണ്ടെന്ന് തോന്നുന്നു, ഡോൾ ഷോ അല്ലേ? അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലോട്ട് കയറാം. ഫസ്റ്റ് സഭാ നിവാസ്. ഇതായിരുന്നു കച്ച രാജവംശത്തിൻ്റെ ഫ്ലാഗ്. 5 നിറങ്ങളുണ്ട്. പഞ്ചരംഗ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജയ്പൂർ കോട്ട ഫാം എന്ന് പറയുന്ന 1800കളിലൊക്കെ ജയ്പൂർ സിറ്റിയുടെ എംബ്ലം ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു മുഗൾ രാജാക്കന്മാരുടെയും കച്ച രാജവംശത്തിൻ്റെയൊക്കെ സമയത്തെ ജയ്പൂരിലെ കോടതി, സഭാ നിവാസ്. ഇത് കച്ച രാജവംശത്തിലെ 20 രാജാക്കന്മാരുടെ പെയിൻറ്റിംഗ് ആണ്. ഇത് പണ്ട് രാജാവ് എഴുന്നള്ളിക്കൊണ്ടിരുന്ന സമയത്തെ വീഡിയോസൊക്കെയാണ്. ഈ താഴെ വിരിച്ചിരിക്കുന്നത് ആംബർ കാർപ്പറ്റാണ്. ഈ ഫ്രണ്ട് ഹാളിൽ ഈ കോട്ടയാടിനോട് ചേർന്നിട്ടുള്ള ഈ കാർപ്പറ്റ് പണ്ട് മുഗൾ ഇമ്പീരിയൽ വർക്ക്ഷോപ്പിൽ 17ാമത്തെ സെഞ്ച്വറിയിൽ മിർസ രാജ ജയ്സിംഗ് 1 കാലത്തുള്ളതാണ്.
ആ ത്രോണിൻ്റെ അടിയിലുള്ളത് ജയ്പൂർ കാർപ്പറ്റാണ്. അത് 19ാമത്തെ സെഞ്ച്വറിയിൽ കോട്ടണും സിൽക്കും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതാണ് ജയ്പൂർ സ്ഥാപിച്ച മഹാരാജ സവായി ജെയ്ത് സിംഗ് രണ്ടാമൻ. ഇത് രാജാവ് ധരിച്ചിരുന്ന ഡ്രസ്സാണ്. പിന്നെ വാളും കത്തിയും, അതാണ് ഷീൽഡ്. ഡ്രസ്സൊക്കെ കൊള്ളാമല്ലേ, നല്ല ഡിസൈൻ. തലപ്പാവുണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ പിള്ളേരുടെ ഡ്രസ്സുകളാണ്. ഇത് വലിയ ഡ്രംസ് ഒക്കെ ഇരിക്കുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്സാണ് കൂടുതലും ഉള്ളത്. മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനിയിപ്പം കോട്ടയാടും കൂടെ ഉണ്ട്, ഗാലറീസും കൂടെ. ഇവിടെ ഇപ്പോൾ ഈ ചന്ദ്രമഹലിൻ്റെ ഒരു പോർഷനിൽ ഇവിടുത്തെ രാജവംശം ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗാലറി. ഇവിടെ ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. ഇതെല്ലാം അമ്പും കുന്തവും വാളും ഒക്കെയാണ്. ഇതാണ് ഗംഗാജലി. ഇത് മറ്റേ റിവർ ഗംഗയില്ലേ, ഗംഗയിലെ ഹോളി വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിൽവറും കൊണ്ടുള്ള ഭയങ്കര ഏറ്റവും വലിയൊരു കണ്ടെയ്നറായിട്ട്. ഇത് കൂട്ട് 2 പാത്രം ഈ 2 സൈഡിലുണ്ട് ഈ ഹാളിൻ്റെ. ഈ പാത്രം 14,000 സിൽവർ കോയിനുകൾ കൊണ്ട് നിർമ്മിച്ച. ഇത് എന്തിനാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ 1902 മഹാരാജാവിന് ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ കിങ് എഡ്വേർഡ് രണ്ടാമൻ്റെ ഇതിന് കോറനേഷൻ എന്ന് വെച്ചാൽ രാജാവാകുന്ന സമയത്തുള്ള ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് രാജാവിന് ഇവിടുന്ന് പോകാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി നിർമ്മിച്ച വെസലായത്. ഈ സിൽവർ ജാറിൽ 2000 ലിറ്റർ വെള്ളം കൊള്ളും. ഇനിയിപ്പോൾ നമ്മൾ പ്രിതം നിവാസിലോട്ട് പോവാണ്. ഈ സിറ്റി പാലസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ് ഈ ഗാലറി, ഈ ഒരു ഏരിയ. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനാണ് ക്യൂ. ഭയങ്കര തിരക്കതിൻ്റെ അകത്തില്ല. ആ മെയിൻ സ്പോട്ടിലാണ് ഇവിടെ ഫോട്ടോഗ്രാഫി നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്രിതം നിവാസും മുബാറക് മഹലും കാണാൻ വേണ്ടി പോകാം. ഓക്കെ, ഇതിൻ്റെ അകത്തല്ല, ഇതൊക്കെ സിറ്റി പാലസിലെ ഓരോ ഹാളുകളാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഭംഗിയുണ്ടാണ്, പക്ഷെ അതിൻ്റെ അകത്തോട്ടൊന്നും എൻട്രി ഇല്ല. ഇതൊക്കെ ഉള്ളു ഇവിടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഉണ്ട്. 4000 രൂപയുടെ പാസ് എടുത്ത് കഴിയുമ്പോൾ പാലസ് ടൂർ ഉണ്ട്, അത് വേറെ. ഈ ഇപ്പം പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ആ 4000-ന്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കയറി കാണാൻ പറ്റും. ഇപ്പം നമുക്ക് പോയേക്കാം. ഇവിടെ ഇനിയിപ്പോൾ ബാക്കി ഏരിയയൊക്കെ പ്രൈവറ്റ് ഏരിയ. ഈ ഹാളൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. ഹാളിൻ്റെ എൻട്രൻസ് എല്ലാം കൊള്ളയും. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു പീക്കോക്കിൻ്റെ വർക്കിലൊക്കെ വന്നിട്ട്. ഇതാണ് ഇവിടുത്തെ രാജകുടുംബം. ഇപ്പം നമ്മൾ കണ്ടാണ് പ്രിതം നിവാസ്. ഇനിയിപ്പോൾ നമുക്ക് മുബാറക് മഹലിലേക്ക് പോവാം. ഇതാണ് മുബാറക് മഹൽ. ഇതൊരു ടെക്സ്റ്റൈൽ ഗാലറിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ട് 350 വർഷം പഴക്കമുള്ള സിൽക്കും അങ്ങനെ കുറേ ഐറ്റംസാണ് ഉള്ളത്. ഇത് പണ്ട് രാജാക്കന്മാർ പോളോ കളിക്കാൻ നേരത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊക്കെ. ഇതൊക്കെ ഇൻഡോർ ഗെയിം ബിലാഡ്സ് ഒക്കെ കളിക്കാൻ നേരത്ത് ധരിച്ചിരുന്ന ഡ്രസ്സുകൾ. അങ്ങനെയുള്ള ഓരോ മിക്കതും ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ടെക്സ്റ്റൈൽ ഗാലറിയിലുള്ളത്. പെയിൻറ്റിങ്സും ഈ ആർക്കിടെക്ചർ സ്റ്റൈല് ഭയങ്കര ഭംഗിയാണ്. ഇതും രാജ്പുത്തും മുഗളും കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഈ സിറ്റി പാലസിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ ഹുക്ക ഇരിക്കുന്നു. ഇത് 1760-ലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. സിൽവറായത്, സിൽവർ ഹുക്ക. ഇതൊക്കെ തലപ്പാവുകളാണ്. ഇതിനൊക്കെ 8-9 മീറ്റർ നീളമൊക്കെ ഉണ്ട് തുണിക്ക്. ഈ കാണുന്നതൊക്കെ നൈറ്റ് ഡ്രസ് ആയിരുന്നു. നല്ല രസമല്ലേ? ഇത്രയും ഡിസൈനിലുള്ള നൈറ്റ് ഡ്രസ്. ഇത് പഷ്മീന കാർപ്പറ്റാണ്. 1650-ലെ കാർപ്പറ്റായത്. പിന്നെ ഈ ഗേറ്റ് മുതൽ അങ്ങോട്ട് പാലസ് ടൂറിൻ്റെ ഏരിയ. നമ്മുടെ 310 രൂപയുടെ ടിക്കറ്റിൻ്റെ സ്ഥലം വരെ തീർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂർ വന്നത് ഒരു ബ്ലൂ പാലസ് ഉണ്ട്, പിന്നെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ഏരിയാസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതൊക്കെ ഈ പാലസ് ടൂറിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസാണ്. നമ്മളിപ്പോൾ ഈ വന്ന് 310 രൂപയ്ക്ക് തോന്നുന്നില്ല. അപ്പോൾ വന്ന ഈ ഒരു മുബാറക് മഹലും ഉണ്ട്, പിന്നെ ആ 2 ഹാളും ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതും ഫുള്ള് ആർട്ട് ഗാലറീസാണ്. ഞങ്ങൾ ബ്ലൂ പാലസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ പെർ ഹെഡ് 4000 രൂപ എന്ന് പറയുന്നത് കുറച്ച് ചാർജ് കൂടുതൽ. അപ്പോൾ കുറേ ഏരിയ ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പാലസിൻ്റെ മെയിൻ ഏരിയകളെല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷേ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ 310 രൂപ ഇത്ര നോർമൽ എൻ്റെ ടിക്കറ്റ് തന്നെ അത് കൂടുതലാണ്. അത് കുറച്ചൊക്കെ 50 രൂപ 100 രൂപയൊക്കെ പിന്നെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 4000 രൂപയ്ക്ക് മറ്റേ മഹലെല്ലാം കയറി കാണുന്നതും അങ്ങനെ പറയുന്നതും. പിന്നെ സ്റ്റുഡൻസിന് അത് 4000 ഇല്ല, 2000 ഉള്ളൂ സ്റ്റുഡൻസിനും സീനിയർ സിറ്റിസൺസിനും. അപ്പോൾ ഈ ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹവാമഹലൂടെ കണ്ടിട്ട് പോവാം.
പാലസിൻ്റെ അകത്ത് തന്നെ ഈ ഗേറ്റ്. അതൊരു ഗേറ്റ്, അവിടെ നിന്ന് എൻട്രി, ഇത് എക്സിറ്റ് ഗേറ്റ്. അതെ, ഇത് ഹവാമഹലിലോട്ടുള്ള എക്സിറ്റ് ഗേറ്റ് ആണ്. പാർക്കിംഗ് ലോട്ട് തന്നെ നമ്മൾ വന്ന ഗേറ്റ് വഴി തന്നെ പോകാം. ആ കാണുന്ന ക്യൂ ജന്തർ മന്ദറിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിന്റെ ക്യൂ അത് മൊത്തം. അതെ, നമ്മൾ കയറുന്നില്ല തൽക്കാലം, നമുക്ക് പിന്നെ കയറാം ജന്തർ മന്ദർ. പാലസിന്റെ വാതൊക്കെ ഒരു പേ ആൻഡ് യൂസ് ബാത്റൂം ഉണ്ടായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് കയറാൻ പോയി. വൃത്തി സാധനം പോയിട്ടില്ല വഴി. 5 രൂപ ഇവിടെ പേ ആൻഡ് യൂസ്. 5 രൂപയേ ഉള്ളൂ. 5 രൂപ ഉള്ളു, പക്ഷെ വൃത്തിയില്ല, ഫ്ലഷ് അടിക്കുകയില്ല, ഒന്നുമില്ല. സന്തോഷായി വേന്ന് പോയേക്കാം. ബാ, നമ്മൾ വന്ന് പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 500 മീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട് ഇവിടെ. വണ്ടി അതേ കിടക്കുന്നു. ഇപ്പോൾ ഒരു 500 മീറ്റർ ഉണ്ട്, നടന്നു പോവാം അങ്ങോട്ട്. ഹവാമഹലിന്റെ സൈഡിലും പാർക്കിംഗ് ഉണ്ട്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ചാൽ വഴി സൈഡിലുള്ള പാർക്കിംഗ്. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോവാം. ഇവിടെ എല്ലാം സൈഡിൽ പ്രാവിന് കൊടുക്കാനുള്ള തീറ്റയൊക്കെയാണ്. ഇവിടെ രാജസ്ഥാനിലൊക്കെ ഇഷ്ടം പോലെ പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ ബിലീഫും അതുപോലെ അവരുടെ ഒരു കൾച്ചറൽ ട്രഡീഷനുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ പൂർവികരുടെ സോൾ, ആത്മാവ് ഇതുങ്ങൾ പ്രാവ് ക്യാരി ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ഇതിവിടുത്തെ ടൗൺ ഹാളാണ്, സവായി മാൻസിംഗ് ടൗൺ ഹാൾ. ആ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആ കാണുന്നതാണ് മഹിളാ പോലീസ് സ്ഥാൻ. ഇതെല്ലാം തുണിക്കടകളൊക്കെയാണ്. ഇതിപ്പോൾ ഓൾഡ് ജയ്പൂർ സിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ അടുത്തെത്തി. ഇതാണ് ഹവാമഹൽ. ഹവാമഹലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കഫേ ഉണ്ട്, അവിടെ പോകാം. അവിടെ ഭയങ്കര തിരക്ക്, അവിടെ ഫോട്ടോ എടുക്കാനല്ല അവിടെ ആൾ കൂടി നിൽക്കുക. ഹവാമഹൽ, ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം. അപ്പോൾ കാറ്റിൻ്റെ മാളികയാണത്. മഹാരാജ സവായ് പ്രതാപ് സിംഗ് പണി കഴിപ്പിച്ചാണ് ഈ ഹവാമഹൽ. പണ്ട് കൊട്ടാരത്തിൽ പർദ സമ്പ്രദായം സ്വീകരിച്ചിരുന്ന സ്ത്രീകൾക്ക് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് പണി കഴിപ്പിച്ച മഹലാണ് ഹവാമഹൽ. ഈ ഹവാമഹൽ ഒരു 5 നില കെട്ടിടമാണ്. ഇതിന് 953 ജനലുകളുണ്ട്, കുഞ്ഞു ജനലുകൾ. ശ്രീകൃഷ്ണന്റെ കിരീടത്തിന്റെ രീതിയിലാണ് ഈ ഹവാമഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ലാൽചന്ദ് ഉസ്തയാണ് ഇതിൻ്റെ ശില്പി. രജപുത്ര സ്റ്റൈലിൽ ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത്. 1799 ആണിത് നിർമ്മിക്കുന്നത്. ഹവാമഹലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെച്ച പാർക്കിങ്ങിലെത്തി. വഴിയൊക്കെ ഫുള്ള് ബ്ലോക്കാ, ഭയങ്കര ഇറക്കാം കേട്ടോ. ഭയങ്കര തിരക്ക്, അങ്ങോട്ടൊക്കെ ഭയങ്കര ഇറക്കാം. ഇനിയിപ്പം എന്നേലും പോയി കഴിക്കണം ഇവിടെ അടുത്തെവിടെയും നോക്കിയിട്ട്. അതെ, എന്നിട്ട് റൂമും നോക്കണ്ടേ. നമ്മൾ കാർ ഇട്ടിട്ട് പോയതിൻ്റെ മുന്നിൽ വേറൊരു കാർ വന്നു, അതിൻ്റെ മുന്നിൽ വേറെ ബസ് വന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുക. വണ്ടികളിലെല്ലാം ഡ്രൈവർമാരുണ്ട്, കാരണം എല്ലാം ടാക്സി വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, ആളോട് പറഞ്ഞാൽ മാറ്റിത്തരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും സ്റ്റേ നോക്കാൻ വേണ്ടി പോവാം. അതെ, കഴിഞ്ഞ സ്റ്റെപ്പല്ലാലും ഹോസ്റ്റൽ സ്റ്റേ നോക്കാം. വണ്ടി എവിടെ ഇടൂ എന്നുള്ളതാണ് എൻ്റെ സംശയം. നോക്കാം, ചെന്നിട്ട് നോക്കാം. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള വലിയ വലിയൊരു ക്യൂ ആണ്. എന്ത് ചെയ്യും നമ്മൾ? ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ റോഡിൽ നിന്ന് എടുക്കാൻ നിൽക്കുന്നത്, അത്രയെങ്കിൽ മനസ്സിലായി. സമയം ഇപ്പം 5:30 ആയി. ഇവിടെ ഈ വാതിലിൽ കൂടെ ഒരു വണ്ടി ഒരു സമയം പാസ്സാകത്തുള്ളൂ. അതുകൊണ്ട് പോലീസുകാർ നിർത്തിയാ വണ്ടി പാസ്സാക്കുന്നത്. ഓട്ടോയൊക്കെ 2 പാസ്സാവും, കാറും ബസ്സും ഒന്നും 2 ഒന്നിച്ച് പാസ്സാവില്ല. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു 10-20 മിനിറ്റ് ആയിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ടേൺ ആയി. അതെ, ശരിക്കും ഒന്ന് ഭയങ്കരമായിട്ട് മടുത്തു പോയതൊരു ഫീല്. ഈ തിരക്കിൻ്റെ എല്ലാ ഇടയിൽ കൂടെ ഇന്ന് കുറേ നേരം നിൽക്കുകയും കൂടുതലും ചെയ്ത് മടുത്ത്. നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലാണ്. പിങ്ക് സിറ്റി എന്നാണ് ജയ്പൂർ അറിയപ്പെടുന്നത്. (1724) മഹാരാജ സവായി ജയ്സിംഗ് രണ്ടാമനാണ് ജയ്പൂർ സ്ഥാപിച്ചത്. ജയ്പൂർ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. 1876 മഹാരാജ രാം സിംഗ് നഗരത്തിന് പിങ്ക് നിറം നൽകി. വെയിൽസ് രാജകുമാരനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നഗരത്തിന് പിങ്ക് നിറം നൽകിയത്. രാജസ്ഥാനി സംസ്കാരത്തിൽ പിങ്ക് കളർ ആതിഥ്യ മര്യാദയുടെയും സൗഹൃദത്തിൻ്റെയും ചിഹ്നമാണ്.
അതുകൊണ്ടാണ് മഹാരാജാവ് ഈ കളറ് സിറ്റിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. വെയിൽസ് രാജകുമാരന് ഈ പിങ്ക് കളർ വളരെ ഇഷ്ടപ്പെടുകയും അതുതന്നെയല്ല പിങ്ക് സിറ്റി എന്ന നാമം പ്രചരിച്ചതിന് ശേഷം മഹാരാജാവിൻ്റെ ഭാര്യ 1877 ഒരു നിയമം പാസ്സാക്കി. അതനുസരിച്ച് പഴയ ഓൾഡ് ജയ്പൂർ സിറ്റിയിൽ എല്ലാ കെട്ടിടങ്ങൾക്കും പിങ്ക് നിറമല്ലാണ്ട് മറ്റൊരു നിറങ്ങളും അടിക്കരുതെന്നുള്ള നിയമം പാസ്സാക്കി. ഈ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പഴയ നഗരത്തിൻ്റെ ഭൂരിഭാഗം ബിൽഡിങ്ങുകളും ഇപ്പോഴും പിങ്ക് ടെറാക്കോട്ട കളറിലാണ് ഇരിക്കുന്നത്. ജയ്പൂരിനെ വേൾഡ് സിറ്റി അല്ലെങ്കിൽ മതിൽ നഗരം എന്ന് വിളിക്കാൻ കാരണം 1727 മഹാരാജ ജയ്ത് സിംഗ് രണ്ടാമൻ ജയ്പൂർ സിറ്റിക്ക് ചുറ്റും മതിലുകൾ പണിതു ജയ്പൂർ സിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി. ജയ്പൂർ സിറ്റിക്കും ചുറ്റുമുള്ള ഗേറ്റുകളാണ് നമ്മളിപ്പോൾ വന്ന അജ്മീരി ഗേറ്റ്, പിന്നെ സൂരജ് പോൾ അല്ലെങ്കിൽ സൺ ഗേറ്റ്, ചാന്ദ് പോൾ അല്ലെങ്കിൽ മൂൺ ഗേറ്റ്, സംഗനേരി ഗേറ്റ്, ഗാഡ് ഗേറ്റ്, സൊറാവർ സിംഗ് ഗേറ്റ്, ന്യൂ ഗേറ്റ്, ഗംഗാപോൾ ഗേറ്റ്, ഗംഗാപോൾ അല്ലെങ്കിൽ സമ്രാട്ട് ഗേറ്റ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടിയായിരുന്നു. നമ്മൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാപ്പു ബസാറിലാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സും ഷൂസും ഓരോ ഐറ്റംസൊക്കെ ഉണ്ട്. അതെ, ഈ കാണുന്നതെല്ലാം ഓരോ കടകളാണ്. നാരായൺ കി ദുക്കാൻ, പിന്നെ ചാവ്ല ടെക്സ്റ്റൈൽസ്, എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഇതെല്ലാം തുണിക്കടകളാണ്. അതുപോലെ ഇവിടെ ബെഡ്ഷീറ്റുകളും കുർത്തകളും ഒക്കെ ഉണ്ട്. പിന്നെ ഷൂസ് ഉണ്ട്, ഷോൾസ് ഒക്കെ ഉണ്ട്, ഷോളും അങ്ങനെയുള്ള ഐറ്റംസും ജ്വല്ലറിയും എല്ലാം ഉണ്ട്. ഈ കമ്മലുകൾക്കൊക്കെ 100-150 രൂപയൊക്കെ ഉള്ളൂ. പൊന്ന് തുടങ്ങി പരിപാടി. കമ്മലിന് 150 രൂപ. വേണോ? വേണ പറഞ്ഞാൽ മേടിച്ചോ. അല്ല സർ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതുകൂട്ടൊരു വലുത് മേടിച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ നോക്കുന്നതിനായിരുന്നു ഒരാൾക്കിത്. ഇപ്പം അതെ അടുത്ത ആളോട് തുടങ്ങി. ബാർഗൈൻ ചെയ്താൽ കുറച്ച് കിട്ടും. 150 പറഞ്ഞു, 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അത് കുറച്ച് പറയാമെന്ന് എനിക്കിപ്പോൾ പിന്നെയും തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം മെയിൻ ബാർഗൈനിങ്ങാ. എല്ലാ കടയിലും ബാർഗൈൻ ചെയ്യുക, അതിനനുസരിച്ച് റേറ്റ് കിട്ടും. ഇനി ഞാനും ഒരു കമ്മല് മേടിച്ചു, ചേച്ചി ഒരു കമ്മല് മേടിച്ചു. എനിക്ക് 50 രൂപയുടെ ഒരു കമ്മല് കിട്ടി, 100 രൂപയുടെ കമ്മല്. കമ്മല് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് പണ്ടേ. ഒരു പാനിപൂരിയും ഒരു ദഹിപൂരിയും പറഞ്ഞിട്ടുണ്ട്. ഒരു കട ഒരു 2-3 പാനിപൂരി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദഹിപൂരിയും വന്നു. അതെ, പൊന്നുൻ്റെ ആഗ്രഹപ്രകാരം അധികം വലിയ ഇട്ടില്ല. സ്നേഹം നിറഞ്ഞ അനിയത്തി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് പീസ് കൊടുത്തു. ഞങ്ങൾ മാഗ്നറ്റ് മേടിച്ചു. അതെ, 3 എണ്ണത്തിന് 100 രൂപ. നമ്മൾ ഈ വഴി കൂടെ നടന്നു പോകുമ്പോഴേ എല്ലാ കടയിൽ നിന്നും ചേട്ടന്മാരെ നമ്മളെ വിളിക്കും, വാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ. ഹോൾസെയിൽ റേറ്റിലൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിക്കും. അതെ, അവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ജയന്റ് വീലൊക്കെ ഉണ്ടല്ലോ. അത് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കും, എന്തോ പരിപാടി ഉണ്ട്. അതിനതാ അതോ ഇതാ കയറ്റിന്റെ സാധന. ഇവിടെ എല്ലാരും പട്ടം പറപ്പിക്കുന്നുണ്ട് മണ്ടയില്. ഞാൻ ഇത് നടന്നപ്പോ എനിക്ക് കാല് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നടന്നു പോവുകയും ചെയ്യും. ഞാൻ നോക്കുമ്പോൾ പുറകിൽ ആളെ കാണുന്നില്ല. അതിപ്പോ ഭാഗ്യം താഴെ വീണില്ല. ഇതുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഇതുണ്ട് ആ ഇതിന്റെയൊക്കെ പട്ടത്തിൻ്റെയൊക്കെ. ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇത് ബാപ്പു ബസാറിൻ്റെ ഒരു സൈഡാണ്. ഇനിയിപ്പോൾ ഇതേ അങ്ങോട്ടും ഉണ്ട്, അപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ട് ഇതുപോലെ. ആ പറക്കുന്ന എല്ലാം പട്ടമാണ്. ഇവിടെ 2 ദിവസം കഴിയുമ്പം കൈറ്റ് ഫെസ്റ്റിവലാണ്. അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന ഇവിടെ. കണ്ടോ വീടിൻ്റെ മേലിലൊക്കെ ആൾക്കാർ നിന്ന് പട്ടം പറത്തുന്നുണ്ടോ? ഉണ്ട്, ഇവിടെ ഇഷ്ടം പോലെ പട്ടം പറത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ വീടിൻ്റെ മുകളിൽ നിന്ന് പട്ടം പറത്തുക. ഞങ്ങൾ നടത്തം ഷോപ്പിൻ്റെ ഇടയിൽ കൂടെ ആയി. അതെ, ഇതുവഴി നടന്നാൽ സേഫാണ് എന്ന് കരുതാം. ഞങ്ങൾ അങ്ങേ മൂലം ഇങ്ങേ മൂല വരെ നടന്നു. ഇനിയിപ്പോൾ തിരിച്ച് നടക്കുക. നല്ല കളർഫുൾ ബാഗുകളൊക്കെ ഉണ്ട്. പൊന്നു, എന്തേലും കഴിച്ചാലോ? കഴിക്കാനുള്ള കട തപ്പുന്നേ, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. അവിടെ ചോദിക്കാം. എന്നിട്ട് സ്വീറ്റ്സ് കിട്ടുന്ന കടയുണ്ട് ഇവിടെ, അത് നോക്കി അങ്ങോട്ട് പോവാം. ഞങ്ങളൊരു സ്വീറ്റ് ഷോപ്പാണ് തപ്പുന്നത്. മര്യാദക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ ലൊക്കേഷൻ്റെ ആവശ്യമില്ല. ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ചോദിച്ച് വേണം പോകാൻ. എന്തിനാ ലൊക്കേഷൻ നോക്കി അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലൊക്കേഷൻ ഇട്ടേ. അവള് തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിൽക്കുക. എങ്കിൽ വാ, ഞാൻ കണ്ടുപിടിച്ച് തരാം. വാ, താങ്ക് യു. വാ, കിട്ടി. ഞാൻ പറഞ്ഞത് തന്നെ ഇവിടെ നിന്ന് നേരെ പോവാ. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മതി. വാ. നീ എപ്പോഴാണ് ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞേ? ഗേറ്റിൻ്റെ കാര്യമല്ലെന്ന് മറ്റേ ആദ്യം ചോദിച്ച പുള്ളി പറഞ്ഞ് എൻ്റെ ലെഫ്റ്റ് എന്നാ പറഞ്ഞത്. ഈ പുള്ളി പറഞ്ഞ എൻ്റിലൊരു ഗേറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ എൻ്റിലോട്ടല്ലേ, എൻ്റിലോട്ടുള്ള വഴി ഇതാണല്ലോ. ഇവളിപ്പോ വഴി ചോദിച്ച അപ്പൂപ്പൻ ഇവളോട് 250 രൂപയ്ക്ക് ഒരു ടോപ്പ് മേടിക്കാൻ പറഞ്ഞു.
പക്ഷെ ഇവിടെ മേടിച്ചില്ല. അതിന് 250 ഓളം ഇല്ല. ഞങ്ങൾക്ക് ആ ടോപ്പ് 150 രൂപയ്ക്ക് അപ്പുറത്തുനിന്ന് കിട്ടി. അതാ ഇവിടെ നമ്മൾക്ക് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു റേറ്റ്, ഫോറിനേഴ്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വേറെ റേറ്റാണ്. ഞങ്ങളോട് 550 എന്ന് പറഞ്ഞ ടോപ്പ് ഫോറിനേഴ്സിനോട് 1000 രൂപ. അതെ, അങ്ങനെ ഭയങ്കര കളിപ്പീരാ. എല്ലായിടത്തും നമ്മൾ ബാർഗെയിൻ ചെയ്യാം. പിന്നെ അങ്ങനെ അങ്ങ് മേടിക്കാം. കുറെയൊക്കെ ശരിക്കും പറഞ്ഞാൽ 500 രൂപയ്ക്ക് ഉള്ളതിൻ്റെ ഒരു ഓളം ഉള്ളു, 500 താഴെ എത്ര ഉള്ളു. അതിന് കണ്ടാലും നമുക്ക് ആ ഒരു റേറ്റേ പറയാൻ തോന്നുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട് നല്ല, അതിനൊക്കെ റേറ്റ് വേറെ. ബെഡ്ഷീറ്റ് മാട്രസിൻ്റെ കിങ് സൈസ് ആണോ സിംഗിൾ ആണോ അങ്ങനെ നോക്കിയിട്ട് ഉള്ളൊരു റേറ്റ്. പൊന്നു അതെ. അതുപോലെ ആകാശത്തോട്ട് ക്യാൻഡിൽ വിടുന്നോ? വിടാം. എനിക്കറിയില്ല, ഇത് അവരെവിടെ നിന്ന് വിടുന്നു അങ്ങണ്ട. അത് നല്ല രസം. ഞങ്ങള് കോളേജിലെ ദിവാലിക്കൊക്കെ വിടും. ചാച്ചയുടെ കാലയിൽ വീണ്ടും കുടുങ്ങി. നിന്റെ കാലയിലൊന്നും കുരുങ്ങുന്നില്ലല്ലോ, അതെന്താണ്? ബാപ്പു ബസാറിന് ഒരു സൈഡ് എനിക്ക് വന്നപ്പോൾ അപ്പുറത്ത് സഞ്ജയ് ബസാറുണ്ട്. ചെരുപ്പൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ ഇത് കൂട്ട് ഷൂസിനൊക്കെ 100, 200, 250 രൂപയൊക്കെ ഉള്ളൂ. ഇതിവിടെ ചെറിയൊരു മന്ദിര. ഇവിടുത്തെ ഈ ടൗണിൻ്റെ നടുക്കും കുരങ്ങന്മാരുണ്ടല്ലേ. ഇതൊരു കൈറ്റ് ഷോപ്പ്, ഇഷ്ടം പോലെ പട്ടമുണ്ട് കേട്ടോ. ഇതുണ്ട് അങ്ങോട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ലൈറ്റ് കണ്ടോ? ഇത് രസമല്ലേ രാത്രി കാണാൻ? നല്ല ഭംഗി. ഹവാമഹൽ ഇങ്ങനെ രാത്രിയില് നമുക്ക് ഹവാമഹലിന്റെ വാതിക്കേ കൂടെ പോട്ടോ. നോക്കട്ടെ, മഠത്തിലേ പോവാം. സൈഡാ. തിരിച്ചു പോകുമ്പോൾ അതുവഴി പോകാൻ നോക്കാം. അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്കാ. 1 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു നിന്നടുത്തുനിന്ന് ഒരു സ്വീറ്റ് കട തപ്പി വന്ന. സ്വീറ്റ്സിന്റെ ഷോപ്പൊക്കെ ഈ ഏരിയയിലാണെന്നാ പറഞ്ഞത്. എനിക്ക് വന്നതിൽ ജയ്പൂർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജയ്പൂരും ഉദയ്പൂരും നല്ലതാ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ജയ്പൂർ നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാ. സീസൺ ടൈം അല്ലെങ്കിൽ നല്ല രസം ഇവിടെ. സീസൺ ടൈം അല്ലാണ്ട് ഒരു തവണയും കൂടെ ഒന്ന് വരണം, കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതെ, സമാധാനപരമായി എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ലൈറ്റിങ് ഒരു രക്ഷയില്ല. ഇതുപോലെ തന്നെ അങ്ങേയറ്റം വരെ ഇതേപോലെ ലൈറ്റിങ്ങാണ് ബിൽഡിങ്ങുകൾക്കൊക്കെ. അപ്പോൾ കുറേ തപ്പി ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് കിട്ടി. ഇത് കച്ചോരി ഉണ്ട്, വേണോ? പിന്നെ കച്ചോരി എനിക്ക് വേണ്ട, ഒന്ന് കഴിച്ചതല്ലേ. എന്നിട്ട് വേറെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്തോ പേടയുടെ ഒക്കെയാണെന്ന് തോന്നുന്നല്ലോ. പേടയല്ല, ഇത് മറ്റേ സാധനം, ഗാജർ ഹൽവ. ഇത് നമ്മളൊന്ന് പൊക്രാനിന്ന് കഴിച്ചില്ലേ? അല്ല, പൊക്രാനിന്ന് കഴിച്ചു. അതെല്ലാം ഹൽവ ഐറ്റംസാ. പിന്നെ ഇത് താഴോട്ട് രസഗുള ഒക്കെ ഉണ്ട്. രസഗുള, രസ്മലായി വേണം. എനിക്ക് രസ്മലായി കഴിച്ചോളാം, ഒരെണ്ണം മേടിക്കാം. പിന്നെ ഇത് റബ്ദി, ഇതും വേണം. മാൽപ്പുവ, അതൊക്കെ ഓരോന്ന് വെച്ച് മേടിക്കാം. ഇതൊക്കെ കിലോ കണക്കിനാ റേറ്റ് എഴുതിയേക്കുന്നത്. കിലോയ്ക്ക് 600 രൂപയ്ക്കാണ്. ഒരെണ്ണം വെച്ചാൽ പറ, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ മേടിച്ചാൽ മതി കേട്ടോ. നല്ല ജിലേബി ഇരിക്കുന്നു. ജിലേബി പറഞ്ഞാലോ? പറഞ്ഞോ. ഇതെല്ലാം പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ മധുരം അധികം കഴിക്കില്ല. അതൊന്നും അല്ല, അപ്പം മെയിൻ സാധനം ഞാൻ കണ്ടു. എന്താ? ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് പാലൊഴിച്ച് കഴിക്കുന്ന. നമ്മൾ പൊക്രാനിന്ന് ഇത് മേടിച്ചത് മഞ്ഞ കളറായിരുന്നു. ഇത് വേറൊരു കളർ. ഇത് വേറൊരു കളർ. ഇത് ഗേവറോ സാധനം. ഇത് നമ്മൾ കഴിച്ച ചെറുത് നമ്മളന്ന് കഴിച്ച സാധനം. പിന്നെ ഇതുണ്ട്, അതേ ഇനി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാം കൂടെ കഴിച്ചാൽ ഷുഗർ പിടിക്കും കേട്ടോ. എല്ലാം കൂടെ കഴിക്കുന്നില്ല, കുറച്ച് കഴിക്കുന്നു. കാണുമ്പോൾ എല്ലാം കഴിക്കാൻ തോന്നും, പക്ഷെ നമ്മളധികം മധുരം കഴിക്കാത്തതുകൊണ്ട് കുറച്ചെല്ലാം പറയാം. ഇതുണ്ട് ഗുലാബ് ഗുൽഖണ്ഡ് ലഡു. എടി, ഇത് റോസപ്പൂ വെച്ച് ലഡു വേണോ? വേണേ അതോടെ ഒരെണ്ണം പറഞ്ഞുതരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു ലിസ്റ്റ് സാധനം മേടിച്ച് വന്നപ്പോഴത്തേക്ക്. അതെ, അപ്പം ഇത് രസ്മലായി, ഇത് പിന്നെ മറ്റേ പാലും കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇതെന്താ? ഇതിനൊരു കൊനസ്റ്റ് പേരാ, ഒരു ബംഗാളി സ്വീറ്റ്. ഇതും ഒരു ബംഗാളി സ്വീറ്റ്, അതിന്റെ പേരില്ല, ബംഗാളി സ്വീറ്റ് എന്ന് പറയുന്നവര്. അത് കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടെന്നാണ്. ഇതാണ് ഗുലാബ് ക ലഡു. അതെ, റോസ് ഫ്ലവർ ഉള്ള ലഡു. അത് പ്യാസ് കച്ചോരി. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി വേറെ ഒന്നും കഴിക്കണ്ട, അതിനുള്ളായി. അല്ല, രാത്രി ഫുഡ് കഴിച്ചിട്ട് വേണം കിടക്കാൻ. ഇത് ഡെസേർട്ടാണ്, ചെറുതായിട്ട് എന്തെങ്കിലും വേറെ മധുരം കഴിച്ചിട്ട് അങ്ങനെ കിടക്കുന്നേ. എന്നാ ശരി, അവൾ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് കൊള്ളാം, ഇത് മാത്രമേ കഴിച്ചുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ലഡു കഴിച്ചു നോക്ക്. നൊച്ച റോസപ്പൂന്നൊന്നുമില്ല,
കച്ചോരി എങ്ങനെയുണ്ട്? പ്യാസ് കച്ചോരി കൊള്ളാം, നല്ല. അടുത്ത ട്രൈ ചെയ്തോ. അത് പേടയാണോ? ഇതുണ്ടല്ലോ രസഗുള കഴിക്കില്ലേ, അതിൻ്റെ മുകളിൽ ക്രീം പോലെ വന്ന പോലെ ഉണ്ട്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഇനി അത് വേണം, അത് കുറച്ച് വീട്ടിലോട്ട് മേടിച്ചിട്ടുണ്ടോ? ആ, അങ്ങനെയുണ്ട് ഇതിൻ്റെ ബംഗാളി സ്വീറ്റ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ എന്നാ നമ്മൾ കഴിഞ്ഞ സ്ഥിതി കഴിച്ചത് മറ്റേ മഞ്ഞ കളർ സാധനം കഴിച്ചത് നമ്മൾ അവിടുന്ന് അജ്മീറിൽ നിന്ന് കഴിച്ചില്ലേ? ആ ഐസൊക്കെ ഇട്ടിട്ട് കുളിച്ച ആ സാധനം തന്നെ, അതിൻ്റെ തന്നെ ടേസ്റ്റ്. നല്ല പിങ്ക് ബിൽഡിംഗ് അല്ലേ? ആ, ഇനി റൂമിൽ പോവാം. വേറെ പരിപാടിയൊന്നുമില്ല. പോയേക്കാം, വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഹവാമഹലിന്റെ നൈറ്റ് വിഷ്വലൂടെ കണ്ടിട്ട് പോവാം, നല്ല ഭംഗിയായിരിക്കും. അത് പോവാന്ന് കഴിക്കല്ലേ? ആ, നടന്നങ്ങ് പോവാം. കുറച്ചങ്ങ് നടന്നാൽ മതി, നമ്മൾ നിൽക്കുന്നിടത്തുനിന്നൊരു 500 മീറ്റർ നടന്നാൽ മതി. ഒരാള് ചെരുപ്പ് മേടിക്കാൻ കയറിയതാ. ഇതിങ്ങനെ കെട്ടുന്നതാ, വേണോ? കെട്ടുന്നത് ഇഷ്ടമുള്ളപോലെ കെട്ടാത് പല രീതിയിൽ. വേണോ? നമ്മൾ ആ അങ്ങോട്ട് പോകുന്ന സൈഡിലെല്ലാം ഉണ്ട് കടകൾ. ആ ഹവാമഹലിലെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ അവിടെ എല്ലാം കടകളുണ്ട് ഇതുപോലെ. ഇവിടേക്ക് ഇഷ്ടംപോലെ ചുരിദാർ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് വളകളുടെ ഏരിയ, ഇഷ്ടംപോലെ കുറേ നല്ല കളർഫുൾ വളകളുണ്ട്. സ്ട്രോബെറി വേണോ? പിന്നെ സ്ട്രോബെറി വേണം, മേടിച്ചോ, രാത്രി കഴിക്കാം. ഇവിടെ എല്ലാം മൊത്തം ക്ലിപ്പുകൾ, വള, ബാഗ് എല്ലാം ഉണ്ട്. സമയം ഇപ്പം 8 മണി, പെട്ടെന്നാ സമയം പോയത്, വളരെ പെട്ടെന്ന് പോയി. ജയ്പൂർ ബസ് പിങ്ക് കളറില. അപ്പോൾ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ചെല്ലണം. നല്ല തിരക്കാണ്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ തുണിക്കടകളൊക്കെയാണ്. അങ്ങോട്ടൊന്നും ഇനിയിപ്പം നമ്മൾ പോകുന്നില്ല, തണുപ്പൊക്കെ ആയി. ഇനിയിപ്പോൾ ഈ റൂമിൽ കയറി കിടന്ന് ഉറങ്ങാം. അല്ലെങ്കിലും 2-3 മണിക്കൂറായി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. അതെ, നല്ല തിരക്കാണ് വഴിയിലല്ല. ഞങ്ങളത് വണ്ടി അവിടെ ഇട്ടിട്ട് പിന്നെ ഇനി പോന്നു. തിരിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഓട്ടോ പിടിക്കണം, എന്നിട്ട് വേണം പോകാൻ. രാത്രിയായിട്ട് ഇവിടെ നല്ല തിരക്കാട്ടോ ഫോട്ടോ എടുക്കാൻ. രാത്രിയിൽ നല്ല ഭംഗിയുണ്ട് ഹവാമഹൽ കാണാൻ, ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. ഇതേ അവിടെ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഏരിയ ഉണ്ട്. ഓ, എടുക്കുന്നോ? അത് പ്ലാൻ ചെയ്ത് അവിടുന്ന് വന്നത്, പക്ഷെ നടന്നില്ല. തിരക്കും. ഇനിയിപ്പോൾ നമുക്ക് പോവാം. ആ നേരെ കാണുന്നത് മഹാരാജാസ് ഹൈസ്കൂൾ. അതിവിടുന്ന് ജൽമഹലിന് പോകുന്ന വണ്ടിയാണ്. നമുക്ക് നാളെ ജൽമഹൽ, ആംബർ ഫോർട്ട് ഒക്കെ പോവാം, എല്ലായിടത്തും പോവാം. അപ്പം ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോവാം. അവൾ ഫ്രണ്ടിൽ വേറെ വണ്ടിയിൽ പോയി, ഞാൻ പുറകിൽ വേറെ വണ്ടിയിൽ പോന്നു. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഏറ്റവും സുഖം ഇതുപോലെ ബൈക്ക് ബുക്ക് ചെയ്യുന്ന, അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് ചെല്ലാൻ പറ്റും. ഇതൊക്കെ കൈറ്റ് ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളാണ്. കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടി എടുത്തെത്തി. ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് എടുക്കാനുണ്ട്, എന്നിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാം. ഇന്നിപ്പോൾ നമ്മൾ ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.